ഗുഡ് മോർണിംഗ്. നമ്മൾ പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾ എന്ന രീതിയിൽ വളരെ ഇൻട്രസ്റ്റോടെ പഠിക്കേണ്ട ടോപ്പിക്കുമാണ് ഓർഗാനിക് കെമിസ്ട്രി. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളും രസകരമായ കാര്യങ്ങളും പഠിക്കേണ്ട ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി. ആ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് ആയ ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺസ്. അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്താണ് ഈ ഹൈഡ്രോ കാർബൺസ്, വാട്ട് യു മീൻ ബൈ ഹൈഡ്രോ കാർബൺസ്. കേട്ടിട്ടുള്ള കാര്യമാണ്, കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ടോപ്പിക്കാണ്. എന്താണ് ഹൈഡ്രോ കാർബൺസ്? വളരെ സിമ്പിൾ ആണ്, ഓർത്ത് നോക്കിയാൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ആ വേർഡ് പറയുന്നുണ്ട് ഹൈഡ്രജനും കാർബണും. അപ്പൊ ഹൈഡ്രജനും കാർബണും മാത്രം അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളെ പൊതുവായി പറയുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ്. What will be hydrocarbons? Organic compounds containing only carbon and hydrogen. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളെ പൊതുവായി പറയുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ്. ആ ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്റർ ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഈ ഹൈഡ്രോ കാർബണുകളെ കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നാച്ചർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ കാർബൺ ആറ്റം, കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഹൈഡ്രോ കാർബണുകളെ പ്രധാനമായിട്ടും മൂന്നായി തിരിക്കുന്നുണ്ട്. ഏതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്? കാര്യം മനസ്സിലാക്കുക. കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഹൈഡ്രോ കാർബണുകളെ പ്രധാനമായിട്ടും മൂന്നായി തിരിക്കുന്നുണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. എന്താണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ? രണ്ട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. മൂന്ന് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. അപ്പൊ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയ ക്ലാസിഫൈ ചെയ്യുന്നത്? കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ബോണ്ടുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഹൈഡ്രോ കാർബണുകളെ പ്രധാനമായിട്ട് തിരിക്കുന്നുണ്ട് മൂന്നായിട്ട്. ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. എന്താണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്? വാട്ട് യു മീൻ ബൈ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ? വളരെ സിമ്പിൾ. കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടുകളാണെങ്കിൽ, only സിംഗിൾ ബോണ്ട്, കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടുകൾ മാത്രമാണെങ്കിൽ അത്തരം ഹൈഡ്രോകാർബണുകളെ പറഞ്ഞ പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. Hydrocarbons containing only carbon-carbon single bond is called saturated hydrocarbon. കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകൾ സിംഗിൾ ബോണ്ടുകൾ മാത്രമാണ് എങ്കിൽ അത്തരം ഹൈഡ്രോകാർബണുകളെ പറഞ്ഞ പേരാണ് എന്തോന്ന്? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. വളരെ കാര്യം കൂടെ ഓർക്കണം. ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ആൽക്കെയിൻസ്. മറന്നു പോകരുത്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്തോന്ന്? ആൽക്കെയിൻസ്. ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിന്റെ അല്ലെങ്കിൽ ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല CnH2n+2 ആണ്. CnH2n+2 ആണ് ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല. അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിന്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n+2 ആണെന്ന് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഓർക്കാൻ കഴിയും. അപ്പൊ എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ? കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകൾ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ? ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകൾ ഡബിൾ ബോണ്ടുകളും ട്രിപ്പിൾ ബോണ്ടുകളുമാണ് എങ്കിൽ അത്തരം ഹൈഡ്രോകാർബണുകളെ പറഞ്ഞ പേരാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. കോമൺ നമുക്ക് ഇങ്ങനെ പറയാം. കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകൾ മൾട്ടിപ്പിൾ ബോണ്ടുകളാണെങ്കിൽ, if the bonds between carbon atom is multiple, അതായത് കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകൾ മൾട്ടിപ്പിൾ ബോണ്ട്, that means ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണ് എങ്കിൽ അത്തരം ഹൈഡ്രോകാർബണുകളെ പറഞ്ഞ പേരാണ് എന്തോന്ന്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺസ് containing carbon carbon multiple bond is called unsaturated hydrocarbons. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഡബിൾ ബോണ്ടുകൾ വരാം, ട്രിപ്പിൾ ബോണ്ടുകൾ വരാം. ഡബിൾ ബോണ്ട് വരാം, ട്രിപ്പിൾ ബോണ്ട് വരാം. അപ്പൊ കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകൾ ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിനെ വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട്. ഒന്ന് ആൽക്കീൻ, ഇതാണ് that is
കാർബൺ ആറ്റങ്ങളുള്ള ബോണ്ട് എന്തായിരിക്കണം? ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത്തരം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിന്റെ പറഞ്ഞ പേരാണ് ആൽക്കീൻ. 2 ആൽക്കൈൻ YNE. കാർബൺ ആറ്റങ്ങളുള്ള ബോണ്ടുകൾ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത്തരം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിന്റെ പറഞ്ഞ പേരാണ് എന്തോന്ന്? ആൽക്കൈൻ. അപ്പൊ എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ? Hydrocarbons containing carbon-carbon multiple bond, that is double bond and triple bond. ഈ കാർബൺ ആറ്റങ്ങളുടെ ബോണ്ട് ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത്തരം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിന്റെ പറഞ്ഞ പേരാണ് എന്തോന്ന്? ആൽക്കീൻസ്. Alkenes are unsaturated hydrocarbons containing carbon-carbon double bond. ഇപ്പൊ എന്താ alkynes എന്ന് പറഞ്ഞാൽ? Alkynes are unsaturated hydrocarbons containing carbon-carbon triple bond. Carbon-carbon triple bond. ഈ ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല CnH2n ആണ്. എന്താണ്? CnH2n ആണ് ആൽക്കീൻസ് ജനറൽ ഫോർമുല. അതേസമയം ആൽക്കൈൻസ് ജനറൽ ഫോർമുല CnH2n -2. CnH2n -2 മറന്നു പോകരുത്. ആൽക്കീൻസ് ജനറൽ ഫോർമുല CnH2n ഉം ആൽക്കൈൻസ് എന്താണ്? CnH2n -2 ആണെന്ന് കൂടെ ഓർത്തു വെച്ചേക്കുക. ഇനി മൂന്നാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാച്ചുറേറ്റഡിന്റെയോ അൺസാച്ചുറേറ്റഡിന്റെയോ ഒന്നും പ്രോപ്പർട്ടീസ് കാണിക്കാത്ത റിംഗ് കോമ്പൗണ്ടുകളെ പറഞ്ഞ പേരാണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. അപ്പൊ റിംഗ് കോമ്പൗണ്ട്സ് ആയിരിക്കണം, ഇവയുടെ ഒന്നും പ്രോപ്പർട്ടീസ് കാണിക്കാനും പാടില്ല. അപ്പൊ നമ്മുടെ ഇവയെ നമ്മൾ കോമൺ ആയിട്ട് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് പറയാം. സാച്ചുറേറ്റഡിനെയും അൺസാച്ചുറേറ്റഡിനെയും ചേർത്ത് പറഞ്ഞ പേരാണ് ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ്. ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ്. അതുപോലെ ഉണ്ട് ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സൈക്ലോഹെക്സൈൻ, സൈക്ലോബ്യൂട്ടൈൻ, സൈക്ലോപെന്റേൻ ഒക്കെ. അതിനെ പറഞ്ഞ പേരാണ് ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ്. ഈ ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺസിന്റെയോ ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസിന്റെയോ പ്രോപ്പർട്ടീസ് കാണിക്കാത്ത റിംഗ് കോമ്പൗണ്ടുകളെ പറഞ്ഞ പേരാണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. They have a characteristic aroma. എന്തുണ്ട്? characteristic ആയിട്ട് aroma. aroma means മണം, smell, odor. characteristic ആയ മണമുള്ള കോമ്പൗണ്ടുകളാണ് aromatic hydrocarbons. അപ്പോൾ എന്താ aromatic hydrocarbons എന്ന് പറഞ്ഞാൽ? aromatic hydrocarbons are hydrocarbons which do not show the properties of alicyclic and aliphatic hydrocarbons. Alicyclic compounds ഇന്റെയോ aliphatic compounds ഇന്റെയോ പ്രോപ്പർട്ടീസ് കാണിക്കാത്ത റിംഗ് കോമ്പൗണ്ടുകളെ പറഞ്ഞ പേരാണ് aromatic hydrocarbons. അവർക്ക് എന്തുണ്ട്? ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അരോമ. അരോമ മീൻസ് മണമുണ്ട് എന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത് മൂന്നുമാണ് ഹൈഡ്രോകാർബൺസിന്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഡിപെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് കാർബൺ കാർബൺ ബോണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ മൂന്ന് കോമ്പൗണ്ടുകൾ, that means saturated, unsaturated, aromatic. അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ, പിന്നെ അരോമാറ്റിക്. ഈ നാല് കോമ്പൗണ്ടുകളും പഠിച്ചു കഴിയുമ്പോഴേക്കും ഈ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം? വൈകിട്ട് പിന്നെ ഓരോ കോമ്പൗണ്ടുകളായിട്ട് നോക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് ആൽക്കൈൻസ്. നേരത്തെ പറഞ്ഞു എന്താ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ? ആൽക്കൈൻസ് ആർ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിന്റെ മറ്റൊരു പേരാണ് എന്ത് സാധനം? ആൽക്കൈൻസ്. ഇവിടെ പ്രത്യേകത എന്താ? അവിടെ കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകൾ സിംഗിൾ ബോണ്ടുകളായിരിക്കും. The bond between carbon atom is single. സംശയമുണ്ടോ? വളരെ സിമ്പിൾ അല്ലേ? ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. അപ്പം എന്താ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ? ആൽക്കൈൻസ് ആർ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് containing only carbon carbon single bond. ഇത് മാത്രമേ കാണത്തുള്ളൂ. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ കാണത്തുള്ളൂ. എന്താണ് ജനറൽ ഫോർമുല? CnH2n + 2. CnH2n + 2. മറന്നു പോകരുത്. നമുക്ക് ആദ്യം പഠിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രോകാർബൺസ്, ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അല്ലെങ്കിൽ ആൽക്കൈൻസിന് എങ്ങനെ പേര് കൊടുക്കാം? നോമൻക്ലേച്ചർ. കോമ്പൗണ്ട്സിന് പേര് കൊടുക്കാൻ പോകുകയാണ്. നിങ്ങൾ ബേസിക്കലി ഓർഗാനിക് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാകണം. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് പേര് കൊടുക്കാൻ നിങ്ങൾ ബേസിക്കലി അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വേർഡ് റൂട്ടുകളാണ്. അറിയാമായിരിക്കും വേർഡ് റൂട്ട് അല്ലേ? അതായത് ഒരു കാർബൺ ആണെങ്കിൽ എന്തായിരിക്കും വേർഡ് റൂട്ട്? മെത്ത്. രണ്ടാണെങ്കിലോ എത്ത്. മൂന്നാണെങ്കിലോ പ്രൊപ്പ്. നാലാണെങ്കിലോ ബ്യൂട്ട്. അഞ്ചാണെങ്കിലോ പെന്റ്. ആറാണെങ്കിൽ ഹെക്സ്. ഏഴാണെങ്കിൽ
ഇത്രയും പറഞ്ഞു വെച്ചേക്കണം. നമ്മൾ സാധാരണ ബേസിക്കലി നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഓർഗാനിക് കോമ്പൗണ്ട് പേര് കൊടുക്കണമെങ്കിൽ വേർഡ് റൂട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ വേർഡ് റൂട്ടുകൾ പഠിച്ചു വെച്ചേക്കുക. ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, രണ്ടാണെങ്കിൽ എത്ത്, മൂന്നാണെങ്കിൽ പ്രൊപ്പ്, നാലാണെങ്കിൽ ബ്യൂട്ട്, അഞ്ചാണെങ്കിൽ പെന്റ്, ആറാണെങ്കിൽ ഹെക്സ്, ഏഴാണെങ്കിൽ ഹെപ്റ്റ്, എട്ടാണെങ്കിൽ ഒക്ട്, ഒൻപതാണെങ്കിൽ നൺ, പത്താണെങ്കിൽ ടെക്. ഓക്കെ, നമുക്ക് എങ്ങനെ ആൽക്കൈന് പേര് കൊടുക്കും നോക്കാം. ആദ്യം ഏറ്റവും സിമ്പിൾ കോമ്പൗണ്ട്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ആൽക്കൈൻ ഞാൻ എഴുതാം CH4. ഈ ഫോർമുല ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. എന്ത് സ്ഥാനത്ത് കൊടുത്തൊക്കെ C1 H 2 × 1 2 2 + 2 4 CH4 ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആൽക്കൈൻ. പേരെടുക്കാൻ വളരെ സിമ്പിൾ ആണ്. ആൽക്കൈന് പേര് കൊടുക്കാൻ വേണ്ടി കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യുക. ആ കോമ്പൗണ്ടിനകത്ത് എത്ര കാർബൺ ആറ്റം നോക്കുക, അതിന്റെ വേർഡ് റൂട്ട് എഴുതുക. നമ്മൾ പറയുന്ന വേർഡ് റൂട്ട് എഴുതുക. പ്ലസ് ആൽക്കൈൻ ആയതുകൊണ്ട് ANE ചേർക്കുക. എന്തെടുക്കുക? കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യുക, വേർഡ് റൂട്ട് എഴുതുക, പ്ലസ് ആരെ ചേർക്കുക? ANE. ഇതെടുക്കുക ANE. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരു കാർബൺ ആറ്റം അല്ലേ? എന്താ വേർഡ് റൂട്ട്? മെത്ത്. ആരെ ചേർക്കുക? ANE. പേരെന്താ? മീഥൈൽ. സിമ്പിൾ അല്ലേ? അടുത്ത സിമ്പിൾ കോമ്പൗണ്ട് നോക്കാം. CH3. ഇതൊരു ആൽക്കൈൻ ആണല്ലോ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2. ദാറ്റ് ഈസ് എന്റെ സ്ഥാനത്ത് കൊടുക്കുക 2. C2 H 2 × 2 4 4 + 2 6. ഇത് 6 അല്ലേ? ദാറ്റ് ഈസ് ആൽക്കൈൻ ആണ്. കാർബൺ എന്ത് ബോണ്ട് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിലായി. ഒരു ആൽക്കൈൻ ആണ്. എങ്ങനെ പേര് കൊടുക്കാം? കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യുക. എത്ര കാർബൺ ആറ്റം? 2. എന്താ വേർഡ് റൂട്ട്? എത്ത്. ആരെ ചേർക്കുക? ANE. പേരെന്താണ്? ഈഥൈൻ. അടുത്തൊരു കോമ്പൗണ്ട് നോക്കി. വളരെ സിമ്പിൾ ആയി പറയാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത്ര ആൽക്കൈൻ ആണ്. കാരണം കാർബണിന്റെ എന്ത് ബോണ്ട് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം. 5 നിങ്ങൾ വേർഡ് റൂട്ട് എന്താണ്? പെന്റ്. ആൽക്കൈൻ ആണ്. ആരെ ചേർക്കുക? ANE. വളരെ സിമ്പിൾ അല്ലേ? ഓർക്കാൻ കഴിയുന്ന കാര്യമല്ലേ? ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്ട്രേറ്റ് ചെയിൻ ആൽക്കൈൻസിനെ ഞാൻ എഴുതിയത്. വളരെ സിമ്പിൾ ആയി ഓർക്കുക. കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യുക, വേർഡ് റൂട്ട് എഴുതുക, പ്ലസ് ആരെ ചേർക്കുക? ANE ചേർക്കുക. ഓർക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ. അടുത്തത് ഈ ബ്രാഞ്ചസ് തരുന്ന ആൽക്കൈൻസ് എങ്ങനെ പേര് കൊടുക്കുന്നത്? ബ്രാഞ്ചുകൾ വരുന്ന ആൽക്കൈൻസ് നമുക്കൊന്ന് നോക്കാം. ഞാൻ പറയാൻ പോകുന്നത് ഒരു ബ്രാഞ്ച് വരുന്ന ആൽക്കൈൻ ആണ്. ഇതൊരു ആൽക്കൈൻ ആണ്. കാരണം കാർബണിന്റെ ഇടയിൽ എന്ത് ബോണ്ട് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒന്നും കാണുന്നില്ല. ദാറ്റ് ഈസ് ഒരു ആൽക്കൈൻ ആണ് അല്ലേ? അപ്പൊ ഇതിന് എങ്ങനെ പേര് കൊടുക്കും? നമുക്ക് കാണുന്ന അറിയാം ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് എന്ന് മനസ്സിലാവും അല്ലേ? ഇതിന് പേര് കൊടുക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം ബേസിക് റൂൾ ആണ്. ഇതിൽ ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്യണം. ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്യണം. 1 2 3 4. 4 കാർബൺ ആറ്റങ്ങൾ ചെയിൻ. 1 2 3. 3 കാർബണുകൾ ചെയിൻ. അതിന്റെ ആവശ്യമില്ല. 4 കിട്ടിയല്ലോ. 1 2 3 4. അത് 4 തന്നെ അല്ലേ? അപ്പൊ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതാ? 4 കാർബൺ ആറ്റമുള്ള 2 കാർബൺ ചെയിനുകൾ ഉണ്ട്. അതാണ് ഇവിടെ നീളം കൂടിയ ചെയിൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെയിൻ എടുക്കുക. ഞാൻ ഒരു കാർബൺ ചെയിൻ എടുത്തു. കണ്ടല്ലോ. അപ്പൊ ഇത് കാർബൺ ചെയിൻ ആണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ബ്രാഞ്ച്. സംശയമില്ലല്ലോ. അത് ആദ്യം ചെയ്യേണ്ട കാര്യം നീളം കൂടിയ കാർബൺ ചെയിനെ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ചെയ്യേണ്ട കാര്യം ആ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ ചെയ്യണം. 1 2 3 നമ്പർ ചെയ്യണം. ഒരു കാർബൺ ചെയിൻ നമ്പർ 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്. ഈ 2 മാർഗങ്ങളേ ഉള്ളൂ അല്ലേ? നമുക്ക് 2 മാർഗം നോക്കാം. 1 2 3 4 നമ്പർ ചെയ്യാലോ. 1 2 3 4. ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബ്രാഞ്ച് ബോണ്ട് ചെയ്തിരിക്കുന്ന ഈ കാർബണിന് ലീസ്റ്റ് നമ്പർ വരണം. ഏറ്റവും ചെറിയ നമ്പർ വരണം. 2 മാർഗം നമ്പർ നോക്കുക. 1 2 3 4. രണ്ടാമത്തെ കാർബൺ ബ്രാഞ്ച് തിരിച്ച് നമ്പർ ചെയ്താലോ. 1 2 3 4. മൂന്നാമത്തെ കാർബൺ ബ്രാഞ്ച് 2 ആണോ 3 ആണോ ചെറുത്? 2 ആണ് ചെറുത് അല്ലേ? അപ്പൊ ഏത് നമ്പർ എടുക്കണം? 1 2 3 4. ഇനി ചെയ്യേണ്ട കാര്യം ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എഴുതുക, ഹൈഫൺ ഇടുക.
മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണ്. ഓർഗാനിക് കോമ്പൗണ്ടുകൾ പേര് കൊടുക്കുമ്പോൾ ഡിജിറ്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ കോമ നിർബന്ധം ഉപയോഗിക്കണം. അതുപോലെ വേർഡിനെയും ഡിജിറ്റിനെയും സെപ്പറേറ്റ് നിർബന്ധം ഉപയോഗിച്ചിരിക്കണം ഹൈഫൺ. മറന്നു പോകരുത്. വേർഡിനെയും ഡിജിറ്റിനെ സെപ്പറേറ്റ് ഉപയോഗിക്കണം ഹൈഫൺ. ഡിജിറ്റുകളെ സെപ്പറേറ്റ് ഉപയോഗിച്ചിരിക്കണം കോമ. സിമ്പിൾ അല്ലേ? പൊസിഷൻ നമ്പർ 2 ഹൈഫൺ. ഇനി ബ്രാഞ്ചിന്റെ പേര് വേണം. ബ്രാഞ്ചിന്റെ പേര് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ബ്രാഞ്ചിൽ എത്ര കാരണമാറ്റമുണ്ട്? ഒന്നേ ഉള്ളൂ. എന്താ വേർഡ് റൂട്ട്? ഒരു കാരണമാകുമ്പോൾ മെത്തഡ്. ബ്രാഞ്ച് ആയതുകൊണ്ട് വൈയൽ എന്തെടുക്കുക? വൈയൽ. അപ്പൊ ഒരു കാരണത്തിന്റെ ബ്രാഞ്ച് എന്തായിരിക്കും? മീത്തൈൽ. രണ്ടാണെങ്കിൽ ഈത്തൈൽ, മൂന്നാണെങ്കിൽ പ്രൊപ്പൈൽ, നാലാണെങ്കിൽ ബ്യൂട്ടൈൽ, അഞ്ചാണെങ്കിൽ പെന്റൈൽ. അങ്ങനെ പോകും. വിഷയമുണ്ടോ? ബ്രാഞ്ചിന്റെ പേര് കഴിയും. അപ്പൊ ഇതിന്റെ വഴി കഴിഞ്ഞേ. ഇനി ആരെ നോക്കിയാൽ മതി? ചെയിൻ നോക്കിയാൽ പോരെ? ചെയിനിൽ എത്ര കാരണമാറ്റം? 4 അല്ലേ? 4 ആണെങ്കിൽ എന്താ വേർഡ് റൂട്ട്? ബ്യൂട്ട്. ആരെ ചേർക്കുക? പേരെന്താണ്? 2 മീത്തൈൽ ബ്യൂട്ടൈൽ. പേരെന്താണ്? 2 മീത്തൈൽ ബ്യൂട്ടൈൽ. അങ്ങനെയെങ്കിൽ നമുക്ക് വേറെ കോമൺ നോക്കാം. വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ബേസിക്കലി ഓർക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ. ആദ്യം എന്ത് ചെയ്യണം? നീളം കൂടിയ കാർബൺ ചെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. നോക്കാമല്ലോ. 1 2 3 4 1 2 3 4 1 2 3 4 5. ഏതാ നീളം കൂടിയ കാർബൺ ചെയിൻ? 5 കാർബൺ ആറ്റമുള്ള ഇതാണ് നീളം കൂടിയ കാർബൺ ചെയിൻ. ഇവിടുത്തെ ബ്രാഞ്ച് ആയിരിക്കും ഇതായിരിക്കും ഇവിടുത്തെ ബ്രാഞ്ച്. ആദ്യം എന്ത് ചെയ്തു? നീളം കൂടിയ ചെയിൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ദെൻ ചെയ്യേണ്ട കാര്യം, ഇതിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. ചെയിനിലെ കാർബൺ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാഞ്ച് ബോണ്ടിലിരിക്കുന്ന കാർബൺ എന്ത് പറയണം? ലീസ്റ്റ് നമ്പർ പറയണം. നമ്പർ ചെയ്യാമല്ലോ. 1 2 3 4 5. ഇത് നമ്പർ ആണല്ലോ. 1 2 3. ഇവിടെ തന്നെയാണ് 3 ആണല്ലേ? അപ്പൊ എന്താണ്? 3 പൊസിഷൻ നമ്പർ എഴുതി ഹൈഫൻ ഇട്ടു. എന്താ ബ്രാഞ്ചിന്റെ പേര്? അല്ലേ ബ്രാഞ്ച്. ഒരു കാർബൺ അല്ലേ? അപ്പൊ എന്താണ്? മീത്തൈൽ. ഒയ്യൽ ചേർത്താൽ മതി. 1 2 3 4 5 അല്ലേ? പെന്റൈൽ. കൺഫ്യൂഷൻ ഉണ്ടോ? ഓർത്തുകൂടെ? വളരെ സിമ്പിൾ ആയ കാര്യം. കുറെ കോമൺ നമ്മൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് വന്നാൽ നമ്മൾ എങ്ങനെ പേര് കൊടുക്കും? അതില് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളുള്ള ഇങ്ങനെ പേര് കൊടുക്കാം. നോക്കാം. ഞാൻ വളരെ സിമ്പിൾ ആയ കോമ്പൗണ്ട് എഴുതാം. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ വരുന്ന കോമ്പൗണ്ടുകൾക്ക് ആൽക്കൈൻസ് നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഇനി ഈ ആൽക്കൈൻ എങ്ങനെ പേര് കൊടുക്കാം? ഇവിടെ നോക്കിയേ. നമുക്കൊന്ന് ആദ്യം ചെയ്യുന്ന ബേസിക് റൂൾ എന്താ? നീളം കൂടിയ കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്യാം. 1 2 3 4 5. 1 2 3 വേണം? വേണ്ട. 1 2 3 4 വേണം? വേണ്ട. 5 മിനിറ്റ് കഴിഞ്ഞല്ലോ. 1 2 3 4 5. 1 2 3 4. ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ ഏതാ? 5 കാർബൺ ആറ്റമുള്ള 2 ചെയിൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അല്ലേ? ഇത് ഇഷ്ടമുള്ള ചെയിൻ എടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കാർബൺ ചെയിൻ എടുക്കുന്നു എങ്കിൽ ആരൊക്കെയാ ബ്രാഞ്ചസ്? ഇതും ബ്രാഞ്ച്, ഇതും ബ്രാഞ്ച്. അതായത് എത്ര ബ്രാഞ്ചുകളുണ്ട്? ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച്, അതായത് 2 ബ്രാഞ്ചുകളുണ്ട് അല്ലേ? ഇനി എങ്ങനെ പേര് കൊടുക്കും? വളരെ സിമ്പിൾ. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്തു. ദെൻ ചെയ്യേണ്ടത്, ആ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ ചെയ്യണം. എന്ത് ചെയ്യണം? നമ്പർ ചെയ്യാലോ. 1 2 3 4 5. ഇവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട്. 2 ലും 3 ലും. തിരിച്ച് നമ്പർ ചെയ്താലോ. 1 2 3 4. എവിടെയൊക്കെ ബ്രാഞ്ചുകളുണ്ട്? 3 ലും 4 ലും. ഇവിടെ ഏതെടുക്കും? ഇവിടെ നമ്മള് ഒബേ ചെയ്യേണ്ടത് ലോവസ്റ്റ് സം റൂൾ ആണ്. എന്താ ഒബേ ചെയ്യേണ്ടത്? ലോവസ്റ്റ് സം റൂൾ. ദാറ്റ് ഈസ് ഈ ഡിജിറ്റുകളെ തമ്മിൽ ആഡ് ചെയ്യുക. 2 + 3 എത്രയാ? 5. 3 + 4 എത്രയാ? 7. ഇതിൽ ഏതാണ് ചെറുത്? 5 ആണോ 7 ആണോ? 5 അല്ലേ ചെറുത്. ദാറ്റ് ഈസ് ഏതെടുക്കണം? 2 3. ലോവസ്റ്റ് സം റൂൾ. ഇതിൽ ഏതാണോ ചെറുത് അതുകൊണ്ട് എടുക്കണം. 5 ചെറുതായ നമ്മൾ എടുക്കുന്നു 2 ഉം 3. ഓക്കേ. അപ്പോൾ നമ്പർ ഫിക്സ് ചെയ്തൊക്കെയാണ് 2 ഉം 3 നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ ബ്രാഞ്ചിലേക്ക് നോക്കുക. ബ്രാഞ്ച് രണ്ടും സെയിം അല്ലേ? ഓരോ കാർബൺ ഇതല്ലേ ഉള്ളൂ. ബ്രാഞ്ച് സെയിം ആണെങ്കിൽ ആ പൊസിഷൻ നമ്പറുകളെ കോമ ഇട്ട് എഴുതുക. 2 3. എത്ര ബ്രാഞ്ചുകളുണ്ട്? 2. 2 ആണെങ്കിൽ ഡൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ടെട്ര. ബ്രാഞ്ച് സെയിം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്താണ്?
ഡൈ. ഇനി ബ്രാഞ്ചിന്റെ പേരെന്താ? ഒരു കാരണല്ലേ, മീഥൈൽ, ഡൈമീഥൈൽ. 2 3 ഡൈമീഥൈൽ. ബ്രാഞ്ചിന്റെ പേര് കഴിഞ്ഞു. ഇനി ആരെ ചിന്തിക്കുക? സ്ട്രെയിറ്റ് ചെയിൻ. എത്ര കാരണമാറ്റം? 1 2 3 4 5. 5 അല്ലേ? 5 എന്താ പേര്? പെന്റൈൽ. 2 3 ഡൈമീഥൈൽ പെന്റൈൽ. 2 3 ഡൈമീഥൈൽ പെന്റൈൽ. അങ്ങനെയെങ്കിൽ ഈ കോമ്പൗണ്ട് നോക്കിയേ. ആദ്യം എന്ത് ചെയ്യണം? നീളം കൂടിയ കാർബൺ ചെയിൻ നമുക്ക് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. നോക്കാം. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 എല്ലാം 3 കാർബണായിട്ടുള്ള ചെയിൻ അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ചെയിൻ എടുക്കാം. ഞാൻ ഈ ചെയിൻ എടുക്കുന്നു. അപ്പോൾ ആരൊക്കെ ബ്രാഞ്ചസ്? ഇതും ബ്രാഞ്ചാണ്, ഇതും ബ്രാഞ്ചാണ് അല്ലേ? 2 ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ? ഇനി കാർബൺ ചെയിൻ എന്ത് ചെയ്യാം? നമ്പർ കൊടുക്കാം. 1 2 3. 2 ബ്രാഞ്ച് ഉണ്ട്, വീണ്ടും 2 ബ്രാഞ്ച് ഉണ്ട് അല്ലേ? ഇവിടെ നമ്പർ ഏതാലോ? 1 2 3. 2 ബ്രാഞ്ച് ഉണ്ട്, 2 സെയിം നമ്പർ അല്ലേ? അവിടെ ഒരു ബോധയുടെ കാര്യമില്ല. ഒരേ ബ്രാഞ്ചസ് ആയതുകൊണ്ട്, സെയിം ബ്രാഞ്ചുകൾ ആയതുകൊണ്ട് ആ പൊസിഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? കോമന്റ് എഴുതുക, ഹൈഫൻ ഇടുക. എത്ര ബ്രാഞ്ച് ഉണ്ട്? 2. ദാറ്റ് ഈസ് ഡൈ. ബ്രാഞ്ചിന്റെ പേരെന്താ? ഓരോ കാർബൺ വീതം, ദാറ്റ് ഈസ് മീഥൈൽ. ഡൈമീഥൈൽ. ചെയിൻ എത്ര കാർബണാറ്റം? 3. പേരെന്താണ്? പ്രൊപ്പൈൽ. 2 ഡൈമീഥൈൽ പ്രൊപ്പൈൽ. 2 ഡൈമീഥൈൽ പ്രൊപ്പൈൽ. സിമ്പിൾ അല്ലേ? ഓർക്കാൻ കഴിയില്ലേ? ഈ കോമ്പൗണ്ടിലേക്ക് നോക്കി. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ചെയ്യേണ്ട കാര്യം, നീളം കൂടിയ കാർബൺ ചെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. 1 2 3 3 ആവശ്യമില്ല. എല്ലാം എന്താണ്? 5 അല്ലേ കിട്ടിയത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നീളം കൂടിയ കാർബൺ ചെയിൻ ഇഷ്ടമുള്ള എടുക്കുക. ഏതെടുക്കുന്നു? 5 ഉള്ള ഈ കാർബൺ ചെയിൻ. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഇതാണ് കാർബൺ ചെയിനെങ്കിൽ ഇതും ഇതും എന്താണ്? ഇതൊക്കെ ബ്രാഞ്ചസ് ആണ് അല്ലേ? ഇത് നമ്പർ ചെയ്യാമല്ലോ. ഇനി ചെയ്യേണ്ടത് ഈ കാർബൺ ചെയിനിലെ കാർബൺ എന്ത് ചെയ്യാം? നമ്പർ ചെയ്യാം. 1 2 3 4 5. ഇവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്. 3 ഉണ്ട്, ഒപ്പം എവിടെയുണ്ട്? 4 ഉണ്ട്. ഇവിടെ നമ്പർ നോക്കി. 1 2 3. ഏതൊക്കെ ഉണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്. ഏതെടുക്കും? ലോവസ്റ്റ് ആണല്ലേ? 3 + 4 എത്രയാ? 7. 2 + 3 എത്രയാ? 5. ഏതാ കറക്റ്റ്? ലോവസ്റ്റ് 5 ആണ്. അപ്പോൾ ഏതെടുക്കണം? 2 3 എടുക്കണം. ഇനി ബ്രാഞ്ചിലേക്ക് നോക്കുക. നേരത്തെ സെയിം ബ്രാഞ്ച് ആയിരുന്നെങ്കിൽ ഇവിടെ സെയിം ബ്രാഞ്ച് ആണോ? 2 ന് മീഥൈലും 3 ന് എന്താ? ഈഥൈലും ആണ് അല്ലേ? ഇപ്പൊ കോമന്റ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഒരേ ബ്രാഞ്ച് ആണെങ്കിൽ പൊസിഷൻ നമ്പർ കോമന്റ് എഴുതുക. 2 ആണെങ്കിൽ 3 ആണെങ്കിൽ 4 ആണെങ്കിൽ പെട്ടെന്ന് എഴുതി പോവുക. പക്ഷെ ഇവിടെ സെയിം ബ്രാഞ്ച് ആണോ? ഇല്ല, ഡിഫറെന്റ് ബ്രാഞ്ചസ് അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഫറെന്റ് ബ്രാഞ്ചസ് വരികയാണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നതിനെ ആദ്യം എഴുതണം. നമ്പർ അല്ല നമ്മൾ നോക്കേണ്ടത്, ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നതാണ് നോക്കുക. ഇതിന്റെ പേരെന്താണ്? ബ്രാഞ്ചിന്റെ പേരെന്താണ്? ഒരു കാർബണാറ്റം മീഥൈൽ. ഇവിടെ ബ്രാഞ്ചിന്റെ പേരെന്താണ്? 2 കാർബണാറ്റം ഈഥൈൽ. ഏതാദ്യം വരിക ആൽഫബറ്റിക് ഓർഡറിൽ? ഈഥൈൽ അല്ലേ? ഈഥൈൽ മീഥൈൽ. അപ്പൊ ഈഥൈലിലെ വരിക, അതാദ്യം എഴുതുക. പൊസിഷൻ നമ്പർ എത്രയാ? 3 അല്ലേ? 3 ഹൈഫൻ ഇടാൻ മറക്കരുത്. ഈഥൈൽ ഒരു ബ്രാഞ്ച് കഴിഞ്ഞു. ഞാൻ അടുത്ത ബ്രാഞ്ച് എഴുതുക. 2 മീഥൈൽ. ബ്രാഞ്ചിന്റെ കാര്യം കഴിഞ്ഞു. ഒരേ ബ്രാഞ്ച് 2 3 എഴുതും. പക്ഷെ ഡിഫറെന്റ് ബ്രാഞ്ച് ആയതുകൊണ്ട് ആദ്യം നോക്കണം ആൽഫബറ്റിക് ഓർഡർ. അതിൽ ആദ്യം വരുന്ന ആരാ? ഈഥൈൽ. അപ്പൊ 3 ഈഥൈൽ 2 മീഥൈൽ. ബ്രാഞ്ച് കഴിഞ്ഞല്ലോ. ഇനി ചെയ്ത് നോക്കാം. 1 2 3 4 5. 5 ആവുന്ന പേര് പെന്റൈൽ. 3 ഈഥൈൽ 2 മീഥൈൽ പെന്റൈൽ. ഓർക്കാൻ കഴിയും? ഞാൻ എഴുതാം. ഈ കോമ്പൗണ്ടിലേക്ക് നോക്കി. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നീളം കൂടിയ കാർബൺ ചെയിനെ ഐഡന്റിഫൈ ചെയ്യാം. 1 2 3 4 5 6. 1 2 3 4 5 6. 1 2 3. ആവശ്യമില്ല. 6 കിട്ടിയില്ലേ? 1 2 3 4. ആവശ്യമില്ല. 6 കിട്ടിയില്ലേ? 1 2 3 4 5 6. 1 2 3 4 5 6. 1 2 3 4 5. 1 2 3 4 5. ഇതൊന്നും ആവശ്യമില്ല അല്ലേ? 1 2 3 4 5. ഏറ്റവും വലിയത് തന്നെയാണ് 6. പോസിറ്റീവ് ആയ മുഴുവൻ കാർബൺ ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് നീളം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. മറന്നു പോകരുത്.
നീളം കൂടി 6 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, ഞാൻ ഇത് എടുക്കുന്നു. ഇതാണ് കാർബൺ ചെയിനെങ്കിൽ ആരൊക്കെയാ ബ്രാഞ്ചസ്? ഇത് ബ്രാഞ്ച്, ഇത് ബ്രാഞ്ച്, ഒപ്പം ഇത് ബ്രാഞ്ച് ആണ്. ഇനി എന്ത് ചെയ്യണം? ആ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ ചെയ്യാം. എങ്ങനെ നമ്പർ ചെയ്യാൻ പറഞ്ഞേ? 1 2 3 4 5 6. എവിടെയൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ട്? 2 ലുണ്ട്, 3 ലുണ്ട്, 4 ലുണ്ട്. തിരിച്ച് നമ്പർ ചെയ്താലോ? 1 2 3 4 5. എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട്? 3 ലും 4 ലും 5 ലും. അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം? ലോവസ്റ്റ് സം റൂൾ അല്ലേ? 2 + 3 + 4 എത്രയാ? 4 + 3 7, 7 + 2 9, 4 + 5 9, 9 + 3 12. ഏതാ ലോവസ്റ്റ് സം വരിക? 9 അല്ലേ? അപ്പോൾ ഏതാ നമ്പർ എടുക്കണം? 2 3 4. ആ പ്രസക്തി ഇല്ല. 3 4 5 ന് പ്രസക്തി ഇല്ല. കാര്യം മനസ്സിലായോ? ഇനി ബ്രാഞ്ചിലേക്ക് നോക്കുക. ഇത് രണ്ടും സെയിം ആണ്. പക്ഷെ സെയിം ആണോ? അല്ല, ഡിഫറെന്റ് ബ്രാഞ്ചസ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം തന്നെ നോക്കുക. ഇത് മീഥൈൽ എന്താ സാധനം? ഈഥൈൽ. ഇപ്പൊ ഏത് ആദ്യം എഴുതും? ഈഥൈൽ. പൊസിഷൻ നമ്പർ എന്താ? 4-2. ബ്രാഞ്ചിന്റെ പേരെന്താ? ഈഥൈൽ. 4 ഈഥൈൽ. ഒരു ബ്രാഞ്ച് എഴുതി. ഞാൻ നോക്കിയേ, അത് രണ്ടും സെയിം ബ്രാഞ്ച് അല്ലേ? അപ്പൊ ഹൈഫൻ ഇട്ടിട്ട് പൊസിഷൻ നമ്പർ എന്താ? 2 3 അല്ലേ? 2,3 2,3 ഡൈമീഥൈൽ 1 2 3 4 5 6. ബ്രാഞ്ച് നമ്പർ കഴിഞ്ഞിട്ടില്ലേ? അതായത് ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വന്ന, അതായത് ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വന്ന ഈഥൈൽ നമ്മൾ ആദ്യം എഴുതി 4 ഈഥൈൽ. then നോക്കി രണ്ട് ബ്രാഞ്ചുകളുണ്ട്, രണ്ടും സെയിം ആണ്. അതുകൊണ്ട് പൊസിഷൻ നമ്പർ കോമന്റ് എഴുതി 2,3. എത്ര മീഥൈൽ? രണ്ടല്ലേ? ഡൈമീഥൈൽ. ബ്രാഞ്ചിന്റെ കാര്യം കഴിഞ്ഞു. അടുത്ത ആരെ ചിന്തിക്കുക? ചെയിൻ. എത്ര കാർബൺ? കാർബൺ ചെയിനിൽ 1 2 3 4 5 6. 6 ആവുമ്പോൾ എന്താ? റൂട്ട് വേർഡ് ഹെക്സ്. ആരെ ചേർക്കുക? എ. എന്താണ്? 4 ഈഥൈൽ 2 3 ഡൈമീഥൈൽ ഹെക്സൈൽ. സിമ്പിൾ ആയിട്ട് ഓർത്തൂടെ? ഓർക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ കോമ്പൗണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നീളം കൂടിയ കാർബൺ ചെയിൻ നമ്മൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്യാലോ? 1 2 3 4 5. 1 2 3. ആവശ്യമുണ്ടോ? ഇല്ല. 1 2 3 4. ആവശ്യമുണ്ടോ? 5 കിട്ടിയില്ലേ? 1 2 3 4. ആവശ്യം 1 2 3 1 2 3 4 1 2 3 4 1. എല്ലാം 4 ആണ് അല്ലേ? അപ്പൊ നീളം കൂടി കാർബൺ ചെയിൻ ഏതാ? 5 തന്നെ അല്ലേ? അപ്പൊ അതെടുത്തു. ഇനി എന്ത് ചെയ്യുക? ഇതാണ് കാർബൺ ചെയിൻ. ഇതൊക്കെ ബ്രാഞ്ചസ് അല്ലേ? ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഈ നീളം കൂടിയ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾ എന്ത് ചെയ്യുക? നമ്പർ ചെയ്യുക. നമ്പർ ചെയ്യാലോ? 1 2 3 4 5. എവിടെയൊക്കെ ഉണ്ട്? 2 ലുണ്ട്, 3 ലുണ്ട്, 4 ലുണ്ട്. തിരിച്ച് നമ്പർ ചെയ്താലോ? 1 2 3 4. അവിടെ എന്ത് തന്നെയാണ്? 2 3 4 തന്നെയല്ലേ? സെയിം നമ്പർ ആണ്, ബോധേണ്ട കാര്യമില്ല. ഇനി ബ്രാഞ്ചിലേക്ക് നോക്കുക. എല്ലാം ഇങ്ങനെയല്ലേ? സെയിം ബ്രാഞ്ചസ് അല്ലേ? സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് പൊസിഷൻ നമ്പർ കോമന്റ് 2, 3, 4 ഹൈഫൻ ഇടുക. എത്ര ബ്രാഞ്ചസ് ഉണ്ട്? 3 സെയിം ആണ്. എന്ത് കൊടുക്കാം? ട്രൈ. ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ. ട്രൈമീഥൈൽ. എത്ര കാർബൺ ചെയ്യുന്നത്? 1 2 3 4 5 ഹെക്സൈൽ. സോറി, 1 2 3 4 5. പെന്റല്ലേ 5 ആവുമ്പോൾ ആരെ ചേർക്കുക? പെന്റൈൽ. സിമ്പിൾ അല്ലേ? ഓർക്കാൻ കഴിയില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കുക. നമ്മൾ ആൽക്കേൻസിന് പേര് കൊടുക്കാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സ്ട്രൈറ്റ് ചെയിൻ ആൽക്കേനെ പേര് കൊടുത്തു. വളരെ സിമ്പിൾ. കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്തു, വേർഡ് റൂട്ട് എഴുതി, പ്ലസ് ആരെ ചേർത്തു? then ഒരു ബ്രാഞ്ച് വരുന്ന ആൽക്കേനിന് പേര് കൊടുക്കുന്നു. നീളം കൂടിയ കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക. കാർബൺ ചെയിനിലെ കാർബൺ നമ്മൾ നമ്പർ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാഞ്ച് ബോണ്ട് ചെയ്ത കാർബൺ എടുത്തു, ലേസ് നമ്പർ എടുത്തു, പൊസിഷൻ നമ്പർ എഴുതി, ഹൈഫൻ എടുത്തു, ബ്രാഞ്ചിന്റെ പേര് എഴുതി, ആൽക്കേൻ എഴുതി. വളരെ സിമ്പിൾ ആണ്. then ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് വരുന്ന ആൽക്കേൻസ് എങ്ങനെ പേര് കൊടുക്കുന്നു? അവിടെയും വളരെ സിമ്പിൾ. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക, കാർബൺ ചെയിനിലെ കാർബൺ നമ്മൾ നമ്പർ ചെയ്യുക, എന്നിട്ട് ബ്രാഞ്ച് അടങ്ങിയിരിക്കുന്ന കാർബൺ നമ്പറുകൾ നോട്ട് ചെയ്യുക. ലോവസ്റ്റ് സം റൂൾ നമ്മൾ എന്ത് ചെയ്യുക? ഒബേ ചെയ്യുക. ഒരേ ബ്രാഞ്ചസ് ആണെങ്കിൽ പൊസിഷൻ നമ്പർ കോമന്റ് എഴുതുക. 2 ആണെങ്കിൽ ഡൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ടെട്ര എന്ന് എഴുതുക. ബ്രാഞ്ചിന്റെ പേര് എഴുതാൻ നമുക്ക് അറിയാം. ഇനി ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഡിഫറെന്റ് ആയിട്ട് വരികയാണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്ന ബ്രാഞ്ചിനെ ആദ്യം എഴുതുക.
സിമ്പിൾ ആയിട്ട് ഓർക്കാൻ കഴിയില്ലേ? വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം. അങ്ങനെയെങ്കിൽ ഇതൊരു ആൽക്കൈനാണ് അല്ലേ? കാരണം കാർബണാറ്റങ്ങൾക്ക് എന്ത് ബോണ്ട് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഈ ആൽക്കൈൻ എങ്ങനെ പേര് കൊടുക്കും? വളരെ സിമ്പിൾ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ നോക്കിയാൽ മതി. ആദ്യം എന്ത് ചെയ്യണം? നീളം കൂടിയ കാർബൺ ചെയിൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അല്ലേ? ചെയ്യാലോ. 1 2 3 4 5 6 എത്ര കാർബൺ ആറ്റം? 1 2 3 4 നാലിന്റെ ആവശ്യമില്ല. 1 2 3 4 5 5ന്റെ ആവശ്യമില്ല. 1 2 3 4 5 5ന്റെ ആവശ്യമില്ല. 1 2 3 4 5 ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നീളം കൂടിയത് തന്നെയാണ്. 6 കാർബണാറ്റമുള്ള ചെയിൻ തന്നെയാണ് നീളം കൂടിയത്. അതിനായിട്ട് അപ്പൊ ആരൊക്കെ ബ്രാഞ്ചസ്? ഇതൊരു ബ്രാഞ്ച്, ഇത് മറ്റൊരു ബ്രാഞ്ച് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇതിലെ കാർബൺ ആറ്റങ്ങൾക്ക് ലോവസ്റ്റ് കാർബൺ ചെയിനിലെ കാർബൺ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇനി എന്ത് ചെയ്യണം? നീളം കൂടിയ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റത്തിന് നമ്പർ ചെയ്യാം. നമ്പർ ചെയ്യാലോ. 1 2 3 4 5 6 എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട്? 3യിലുണ്ട്, 4ലുണ്ട്. 3യിലുണ്ട്, 4ലുണ്ട്. തിരിച്ച് നമ്പർ ചെയ്താലോ. 1 2 3 4 3യിലുണ്ട്, 4ലുണ്ട്. ഒരേ നമ്പർ അല്ലേ? അപ്പൊ ലോവസ്റ്റ് തമ്മിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരേ നമ്പർ ആണ്, പ്രശ്നമില്ല. ഇനി ബ്രാഞ്ചിലേക്ക് നോക്കി. സെയിം ബ്രാഞ്ച് ആണോ? സെയിം ബ്രാഞ്ച് എഴുതും 3, 4 ഡൈമീഥൈൽ ഡൈമീഥൈൽ ഡൈപ്രോപ്പൈലിലേക്ക് എഴുതിക്കും. പക്ഷെ സെയിം ബ്രാഞ്ച് ആണോ? അല്ല. ഒരെണ്ണം മീഥൈലും ഒരെണ്ണം ഈഥൈലുമാണ്. ഡിഫറെന്റ് ബ്രാഞ്ചസ് അല്ലേ? അപ്പോൾ എങ്ങനെ പേര് കൊടുക്കാം? ഇവിടെ ഒരു റൂളും കൂടെ ഉണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട, മറന്നു പോകരുത്. ഒരേ നമ്പർ, പൊസിഷൻ നമ്പർ സെയിം, പക്ഷെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണെങ്കിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലേ? നിങ്ങൾ നേരെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എഴുതിയിരിക്കും ഇവിടെ നമ്മൾ ഒരേ നമ്പർ ആണല്ലോ, എങ്ങനെയും പേര് കൊടുക്കാമല്ലോ. ഇവിടുത്തെ പേര് കൊടുത്ത് എങ്ങനെ എഴുതാം? 1 2 3 4 ഈഥൈൽ 4 മീഥൈൽ 3 ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം എഴുതേണ്ട. അപ്പൊ എന്താണ്? 4 ഈഥൈൽ 3 മീഥൈൽ 1 2 3 4 5 6 അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? ഹെക്സൈൻ. ഒരേ നമ്പർ ആയതുകൊണ്ട് തിരിച്ചാണ് പേര് കൊടുക്കുന്നത്. എങ്ങനെ എഴുതാം പറഞ്ഞേ? 3 ഈഥൈൽ 4 മീഥൈൽ ഹെക്സൈൻ. നമ്മള് ഒരു തരത്തിൽ ചിന്തിച്ചാൽ രണ്ടും ശരിയല്ലേ? നമ്മൾ എന്താ പറയുക? സെയിം നമ്പർ ആണ്, 3 4 ആണ്. ലോവസ്റ്റ് സമ്മിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ ഒരാൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്തു, നമുക്ക് 3 4 കിട്ടി. അവിടെ നിന്ന് കൗണ്ട് ചെയ്തു, 3 4 കിട്ടി. ഇഷ്ടമുള്ളതെന്ന് വിചാരിച്ചു, ഇവിടെ നിന്ന് എഴുതി 4 ഈഥൈൽ 3 മീഥൈൽ ഹെക്സൈൻ. ഞാൻ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്തു, അയാൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് എഴുതി 3 ഈഥൈൽ 4 മീഥൈൽ ഹെക്സൈൻ. ഇതിൽ എന്താ ശരി? അവിടെയാണ് പ്രശ്നം. ഒരേ കോമൺ എന്നാൽ രണ്ട് പേര് വരത്തില്ലല്ലോ. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഒരേ നമ്പർ ഡിഫറെന്റ് ബ്രാഞ്ചസ്, ഒരേ നമ്പർ ഡിഫറെന്റ് ബ്രാഞ്ചസ് എങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നതിന് ലീസ്റ്റ് നമ്പർ വരണം. കാര്യം പറഞ്ഞ് മനസ്സിലായോ? അതായത് ഒരേ നമ്പർ ഡിഫറെന്റ് നമ്പർ ആണെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ലോവർ സം എടുക്കുക, ആൽഫബറ്റിക് ഉള്ള ആദ്യം വരുന്നതിന് ആദ്യം ഇതിലേക്ക് പോവുക, പ്രശ്നം വരുന്നില്ല. ഇനി ഒരേ നമ്പർ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നതിന് ലീസ്റ്റ് നമ്പർ വരണം. നോക്കുക, ഒരേ നമ്പർ 3 4 3 4 ബ്രാഞ്ചസ് ആരൊക്കെ? മീഥൈൽ ഈഥൈൽ ഡിഫറെന്റ് ബ്രാഞ്ചസ്. ആൽഫബറ്റിക് ഓർഡർ ആദ്യം വരുന്ന ആരാ? ഈഥൈൽ. നോക്കുക, ഇവിടെ നമ്പർ 3 4 മീഥൈൽ 4 4 ഈഥൈൽ. ഇവിടെ നമ്പർ എവിടെയോ 3 4 ഈഥൈൽ 4 4 മീഥൈൽ. ഈഥൈൽ ലിസ്റ്റ് എവിടുന്ന? ഇതല്ലേ 3 അല്ലേ? അപ്പൊ ഏത് നമ്പർ എടുക്കണം? ഇങ്ങനെ എടുക്കണം, 3 4. മനസ്സിലാവുന്നുണ്ടോ? ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത് എന്ത് കൊടുക്കണം? ലീസ്റ്റ് നമ്പർ. അപ്പൊ ഏതാ ശരി? ഇതാണ് ശരി. കാര്യം മനസ്സിലായോ? 3 ഈഥൈൽ 4 മീഥൈൽ ഹെക്സൈൻ തെറ്റാണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പം വ്യക്തമായി കേൾക്കുക, ഒരേ നമ്പർ പൊസിഷൻ നമ്പർ സെയിം ഡിഫറെന്റ് ബ്രാഞ്ചസ് എങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നതിന് ലീസ്റ്റ് നമ്പർ വരണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആൽക്കൈൻസിന് പേര് കൊടുക്കാൻ നിങ്ങൾ അറിയേണ്ട റൂളുകൾ. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കുക. ആദ്യം ചെയ്യേണ്ടത് സിംപ്ലസ്റ്റ് ആൽക്കൈൻ, കാർബൺ ആറ്റങ്ങളെ കൗണ്ട് ചെയ്യുക, വേർഡ് കൂട്ട് എഴുതുക, പ്ലസ് ആരെ ചേർക്കുക? ANE ചേർക്കുക. ഇനി ബ്രാഞ്ചസ് വരികയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നീളം കൂടിയ കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്യണം. അതിലെ കാർബൺ ആറ്റങ്ങൾക്ക് നമ്മൾ നമ്പർ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാഞ്ച് ബോണ്ട് ചെയ്ത കാരണം എന്ത് കൊടുക്കണം? ലീസ്റ്റ് നമ്പർ കൊടുക്കുക, പൊസിഷൻ നമ്പർ എഴുതുക, ഹൈഫൻ എഴുതുക, ബ്രാഞ്ചിന്റെ പേര് എഴുതുക, ആൽക്കൈൻ എഴുതുക. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് വരികയാണെങ്കിൽ ഇതുപോലെ നീളം കൂടിയ കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക.
എന്നിട്ട് പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കുക, ലോവസ്റ്റ് സം റൂൾ അപ്ലൈ ചെയ്യുക. പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ഒരേ ബ്രാഞ്ച് ആണെങ്കിൽ പൊസിഷൻ നമ്പർ കോമൺ എഴുതുക, രണ്ടാണെങ്കിൽ ഡൈ, മൂന്നാണെങ്കിൽ ട്രൈ, നാലാണെങ്കിൽ ടെട്ര എഴുതി പോകുക. ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത് എന്ത് ചെയ്യുക, ആദ്യം എഴുതുക. മറക്കില്ലല്ലോ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഒരേ പൊസിഷൻ നമ്പർ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നതിന് ലീസ്റ്റ് നമ്പർ വരണം എന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇത്രയുമാണ് ഓർക്കേണ്ട കാര്യം. ഇതിൽ വളരെ പ്രധാനം, മറക്കാൻ പാടില്ലാത്ത കാര്യം, ഓർഗാനിക് കോമ്പൗണ്ടിന് പേര് കൊടുക്കുമ്പോൾ ഡിജിറ്റുകളെ സെപ്പറേറ്റ് ചെയ്ത് കോമ ഉപയോഗിക്കുക, വേർഡിനെയും ഡിജിറ്റിനെ സെപ്പറേറ്റ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുക, ഹൈഫൻ ഉപയോഗിക്കുക. മറന്നു പോകരുത്, ഡിജിറ്റുകളെ സെപ്പറേറ്റ് ചെയ്ത് കോമ ഉപയോഗിക്കുക, വേർഡിനെയും ഡിജിറ്റിനെ സെപ്പറേറ്റ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഹൈഫൻ ഉപയോഗിച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായി പഠിക്കുക. നോമൻക്ലേച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന സെക്ഷനിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുള്ളൂ. പ്രധാനമായും ഹൈഡ്രോ കാർബൺസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു, സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, അരോമാറ്റിക്. നമ്മൾ ആദ്യത്തെ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ആൽക്കൈനെ കുറിച്ച് പഠിച്ചു തുടങ്ങി. നോമൻക്ലേച്ചറിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. കൂടുതൽ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, ഡൗട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വളരെ സിമ്പിളായ കാര്യമാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർന്ന് ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, അത് വരും ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം